2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് മുന്നണികൾ മുന്നൊരുക്കം ആരംഭിച്ചിരിക്കുകയാണ്. അണിയറ പ്രവർത്തനമാണിപ്പോൾ ശക്തമായിക്കൊണ്ടിരിക്കുന്നത്. ഇതിലിപ്പോൾ അല്പം മുൻപന്തിയിൽ നിൽക്കുന്നത് ഏത് മുന്നണിയാണ് എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ പറയാം UDF ആണെന്ന്. കാരണം UDFന് നിലമ്പൂരിൽ നിന്ന് കിട്ടിയ ഒരു വീര്യം അവരെ ടോപ്പ് ഗിയറിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. BJP നേരത്തെ തന്നെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചുവെങ്കിലും അവരൊരു മാസ്റ്റർ പ്ലാനോടുകൂടി നിൽക്കുകയാണ്. പക്ഷേ UDF ഏതാണ്ട് അപ്രഖ്യാപിതമായിട്ട് പല മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥി നിർണയം വരെ നടത്തിയിരിക്കുകയാണ്. LDF ആണ് എപ്പോഴും ഇക്കാര്യത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നത്. പക്ഷെ നിലമ്പൂരിലെ തകർച്ച അവർക്ക് അല്പം പിന്നോട്ടടിച്ചോ എന്നൊരു സംശയമുണ്ട്. കാരണം ഈ ഒരു ഭരണവിരുദ്ധ വികാരം നിൽക്കുന്നു എന്ന് പാർട്ടിക്ക് ബോധ്യമായി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അത് തിരുത്തിയിട്ട് മുന്നോട്ട് പോകാം എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. പക്ഷെ എന്നാലും അവിടുത്തെയും എല്ലായിടങ്ങളിലും ഒരു യുവനിരയുടെ മാറ്റം കൊണ്ടുവരുന്നുണ്ട്. നേതൃത്വത്തിലായാലും അതുപോലെ തന്നെ പുതുതായിട്ട് പല സ്ഥാനാർത്ഥികളെയും മണ്ഡലത്തിൽ അണിനിരത്തുന്നതിൽ 3 മുന്നണികളും മത്സരിക്കുന്നുണ്ട്. കോൺഗ്രസ്സുകാർ കൂടുതൽ യുവ നേതൃത്വത്തിനെ കൊണ്ടുവരുന്നുണ്ട്. കോൺഗ്രസ്സിലെ കടൽക്കിഴവന്മാരെ എല്ലാം മിക്കവാറും 2026 ഇറക്കി വിടുന്ന ലക്ഷണമാണ് കാണുന്നത്. ഷാഫി പറമ്പിലും ശബരിനാഥും രാഹുൽ മാങ്കൂട്ടത്തിലും ഒക്കെ കോൺഗ്രസിൻ്റെ നേതൃനിരയിലേക്ക് വരികയാണ്. ഈ അവസരത്തിൽ LDFിലെ CPMൻ്റെ ഈ ചില യുവ നേതൃത്വം ചില മണ്ഡലങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. അവർക്ക് സ്ഥാനാർത്ഥിത്വം ലഭിക്കും എന്നുള്ള രീതിയിലാണ് മണ്ഡലത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. CPMൻ്റെ മുൻകാലങ്ങളിലൊക്കെ തന്നെ ചാവേറുകളായി മാറിയിട്ടുള്ളതാണ്. ഒന്ന്, ചാനൽ ചർച്ചകളിൽ ചാവേറുകളായി മാറുന്നു. കൃത്യമായിട്ട്, അതായത് വെറും ഒരു ന്യായീകരണ തൊഴിലാളികളായി വന്നിരുന്ന് ചപ്പളാച്ചി അടിച്ചു പോകുന്ന കുറേ സഖാക്കന്മാരുണ്ട്, കുട്ടി സഖാക്കന്മാരുണ്ട്, കാര്യബോധമില്ലാത്തവർ. അക്കൂട്ടത്തിലുള്ള ഒരു 6 പേരാണ് ഇവിടെ ഉള്ളത്. ആ 6 പേരെന്തായാലും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും എന്നുള്ളത് ഉറപ്പാണ്. അതോടുകൂടി ഒരു കാര്യം ഉറപ്പാണ്, എതിർപക്ഷത്തുള്ള സ്ഥാനാർത്ഥിയുടെ വിജയം ഉറപ്പായി. ഇനി പറയാൻ പോകുന്ന 6 സ്ഥാനാർത്ഥികൾ എവിടെ മത്സരിക്കുന്നുവോ അവിടുത്തെ എതിർഭാഗത്ത് ഏത് കുറ്റിച്ചൂലാണെങ്കിലും വിജയം ഉറപ്പാണ്. ഇപ്പോൾ CPMല് രാജ്യസഭാ അംഗമാണ് നമ്മുടെ A റഹീം. ഇംഗ്ലീഷിൽ അതിഗംഭീരമായ പ്രസംഗം നടത്തി പാർലമെന്റിനെ നടുക്കിയ റഹീം. അദ്ദേഹത്തിൻ്റെ രാജ്യസഭാ കാലാവധി 2026 അവസാനിക്കുകയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ പിണറായിയെ ചുറ്റിപ്പറ്റി നിൽക്കുകയാണ്. പിണറായി സീറ്റ് കൊടുക്കുകയും ചെയ്യും. കാരണം ഒരു ന്യൂനപക്ഷ പ്രീണനം നടത്തുന്നുണ്ടല്ലോ പിണറായി. അങ്ങനെ റഹീമിനോട് വലിയ താല്പര്യവുമാണ്. അതുകൊണ്ട് ഒരു സീറ്റ് കൊടുക്കും എന്നുള്ളത് ഉറപ്പാണ്. അത് തിരുവനന്തപുരം, കൊല്ലം ജില്ലയിൽ തന്നെ ആയിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. അത് രാവിലെ 8 മണിയാവുമ്പോൾ തന്നെ തോറ്റിരിക്കും എന്നുള്ളതും ഉറപ്പായിട്ടുള്ള കാര്യമാണ്. DYFIയുടെ ആഗോള നേതാവാണ്. അങ്ങനെ ഒരുപാട് വിശേഷണങ്ങളുള്ള ആളാണ് A റഹീം. പാർലമെന്റിലെ ഇംഗ്ലീഷ് പ്രസംഗം തന്നെ ചരിത്രത്തിൽ രേഖപ്പെടുത്തി കഴിഞ്ഞിട്ടുള്ളതാണ്. ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന് വെറുതെ ഇരുന്ന് വീരവാദം മുഴക്കി എതിരാളികളുടെ അഭിപ്രായത്തിന് ഇടയിൽപ്പെട്ട് ഞെരുങ്ങുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. രണ്ടാമത് പറയുകയാണെങ്കിൽ, നമ്മൾ യുവജന കമ്മീഷന് ചെയർപേഴ്സൺ ആയിരുന്ന ചിന്തോ ജെറോമിനെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഡോക്ടർ ചിന്തോ ജെറോം എന്നുകൂടി ചേർക്കണം. കാരണം അപാരമായിട്ടുള്ള പഠനം നടത്തി തീസിസ് സമർപ്പിച്ച് ഡോക്ടറേറ്റ് ബിരുദം നേടിയതാണ്. ഇനി ഒരിക്കൽ കൂടി LDF സർക്കാർ അധികാരത്തിൽ വരികയാണെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും സർവകലാശാല ചിന്തോ ജെറോമിന് ഡീലിറ്റ് ബിരുദം നൽകാനുള്ള സാധ്യതയും ഉണ്ട്. അത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്.
വലിയ ജിമിക്കി പ്രഭാഷണമൊക്കെ നടത്തിയ പൊതിച്ചോറ്, DYFI നൽകിയ പൊതിച്ചോറ്, SFIയുടെ പൊതിച്ചോറ്, കലാലയത്തിലെ പൊതിച്ചോറ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ പ്രസംഗം നടത്തിയിരിക്കുന്ന വാഴക്കുല വൈലോപ്പിള്ളിക്ക് കൊടുത്ത ചിന്തോ ജെറോം കൊല്ലം മണ്ഡലം കേന്ദ്രീകരിച്ചാണ് നിൽക്കുന്നത്. കൊല്ലത്ത് LDFന്റെ ഏത് സ്ഥാനാർത്ഥി വന്നാലും 8 നിലയിൽ പൊട്ടും എന്നുള്ളത് ഉറപ്പായ കാര്യമാണ്. ഇപ്പം തന്നെ 2016 മുതൽ തന്നെ ഒരു MLA അവർ സഹിക്കാൻ പെടുന്ന പാട് നമുക്ക് അറിയാവുന്നതാണ്. 2016 മുതൽ അവിടുത്തെ MLA ചലച്ചിത്ര പുങ്കവനായ മുകേഷാണ്. നാട്ടുകാർക്ക് യാതൊരു ഗുണവുമില്ല. ഫോൺ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് ചീത്തയും വിളിക്കും. അതാണ് മുകേഷ് എന്ന് പറയുന്ന MLA. നിയമസഭയിൽ വല്ലപ്പോഴും വരും, മണ്ഡലത്തിൽ കാണാനുമില്ല. ഇതൊക്കെ ഇങ്ങനെയൊക്കെ പരാതി ഉണ്ടായിട്ട് പോലും 2019 അല്ലെ 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പ്രേമചന്ദ്രനെതിരെ നിർത്തി മത്സരിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏതോ വലിയ മൃഗങ്ങളുടെ കൂട്ടിലേക്ക് എടുത്തിട്ട് എറിഞ്ഞു കൊടുക്കുന്നത് പോലെ തന്നെയായി CPM ചാവേറാക്കി വിടുകയാണ് ചെയ്തത്. മുകേഷ് ഇനി ഒരിക്കൽ കൂടി നിന്നാൽ കെട്ടിവെച്ച പൈസ പോലും കിട്ടാത്ത അവസ്ഥയിലെത്തും. അവിടെയാണ് ചിന്തോ ജെറാം വന്ന് കറങ്ങി കറങ്ങി നിൽക്കുന്നത്. പണ്ട് ഗുരുദാസൻ മത്സരിച്ച മണ്ഡലമാണ്. ഗുരുദാസൻ എവിടെ നിൽക്കുന്നു? PK ഗുരുദാസന് എക്സൈസ് വകുപ്പ് മന്ത്രിയൊക്കെ ആയിരുന്നു, VS പക്ഷക്കാരനായിരുന്നു, 5 പൈസയുടെ അഴിമതിയില്ലാത്ത സഖാവ്. അപ്പോൾ ചിന്തോ ജെറോമിൻ്റെ പതനവും കൊല്ലത്ത് തന്നെയായിരിക്കും. പിന്നെ മറ്റൊരാളാണ് തുടർച്ചയായി CPMന്റെ ചാവേറായിക്കൊണ്ടിരിക്കുന്ന അച്ഛനോടും മകനോടും തോറ്റു തുന്നം പാടിയ സഖാവ് ജെയ്ക് സി തോമസ്. സാമാന്യം നല്ല രീതിയിൽ തന്നെ തോറ്റിട്ടുള്ള ഒരു സഖാവാണ് ജെയ്ക് സി തോമസ്. ജെയ്ക് സി തോമസ് വീണ്ടും പുതുപ്പള്ളി മത്സരിക്കും. കഴിഞ്ഞ തവണ ഉപതെരഞ്ഞെടുപ്പിൽ ചാണ്ടി ഉമ്മനോട് വളരെ ദയനീയമായി പരാജയപ്പെട്ടു. ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന് ബബ്ബബ്ബ അടിക്കുന്നത് നമ്മൾ കാണുന്നതാണ്. പിന്നെ അതുപോലെ 4ാമത് വരുന്ന ആളാണ് മഹാനായ ഒരു സഖാവ്, നമ്മുടെ വിദ്യാർത്ഥി പ്രസ്ഥാനം SFI എന്ന് പറയുന്ന ഗുണ്ടായിസം അല്ലേ, മാർക്ക് തിരുത്തൽ, മാർക്ക് ദാനം, വെറുതെ ഡിഗ്രി തരും, ഡോക്ടറേറ്റും ഒക്കെ വാങ്ങിച്ചെടുത്തുകൊണ്ടിരിക്കുന്ന PM ആർഷോ നിന്ന് കഴിഞ്ഞാൽ ആ മണ്ഡലത്തിലെ എതിർ സ്ഥാനാർത്ഥിയുടെ കാര്യവും എളുപ്പമായി തീർന്നു എന്നുള്ളതാണ്. പിന്നെ വരുന്നത് എറണാകുളം കേന്ദ്രീകരിച്ച് നിൽക്കുന്ന ചാനൽ ചർച്ചകളിൽ പലപ്പോഴും വ്യക്തമായ ഒരു കാര്യം പറയാതെ ന്യായീകരണവുമായിട്ട് ആ ക്യാപ്സൂളും വാങ്ങിച്ചുകൊണ്ട് വന്ന് അവിടെ ഇരുന്ന് ചർച്ചിച്ചു വെക്കുന്ന KS അരുൺകുമാറിൻ്റെ പതനവും തോൽവിയും വളരെ ദയനീയമായിരിക്കും. മറ്റൊരു മഹത്തായ ഒരാളെന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു മഹതിയാണ്. തിരുവനന്തപുരത്തിൻ്റെ തലസ്ഥാന നഗരത്തിൻ്റെ മേയറായിട്ടുള്ള ആര്യ രാജേന്ദ്രൻ. ഓൾ സയൻസ് കോളേജിലെ ക്ലാസ് മുറിയിൽ അവസാനത്തെ ബെഞ്ചിലിരിക്കുമ്പോഴാണ് സഖാക്കന്മാർ എന്ന് വിളിച്ചിറക്കിക്കൊണ്ടുവന്ന് മേയറായിക്കോളാൻ പറഞ്ഞു. അങ്ങനെ മേയറായി കഴിഞ്ഞ് ഈ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ഇല്ലാത്ത വിവാദങ്ങളില്ല. പിൻവാതിൽ നിയമനം, നമ്മുടെ സഖാക്കന്മാരുടെ നിയമനം എന്ന് പറയുന്നതായിരിക്കും. സഖാക്കന്മാരുടെ ലിസ്റ്റ് തരൂ, വേക്കൻസി ഉണ്ട്, നിയമനം നടത്താമെന്ന് പറഞ്ഞ് ആനാവൂരിന് അയച്ച കത്തും പിന്നെ ഇല്ലാത്ത പൊങ്കാലയ്ക്ക് ചെലവായ തുകയും ഒക്കെ എഴുതി എടുക്കാൻ ശ്രമിച്ച് അതുപോലെ തന്നെ പലരുടെയും ജോലി നഷ്ടപ്പെടുത്തിയ മേയർ എന്നിങ്ങനെ നിരവധി വിശേഷണങ്ങളുള്ള ആര്യ രാജേന്ദ്രൻ നോക്കുന്ന മണ്ഡലം വേറെ എങ്ങും അല്ല, BJP 2016 അക്കൗണ്ട് തുറന്ന നേമം മണ്ഡലമാണ്. നേമം മണ്ഡലത്തിൽ പോയി അക്കൗണ്ട് വീണ്ടും BJPയെ തോൽപ്പിക്കാമെന്നുള്ള മട്ടിൽ നിൽക്കുകയാണ്. അത് രാവിലെ 7 മണിയാകുമ്പോൾ തന്നെ തോൽക്കും എന്നുള്ളത് ഉറപ്പാണ്. തിരുവനന്തപുരത്തുകാർക്ക് ഒരു താല്പര്യവുമില്ലാത്ത ഒരു മേയറാണ്. ഈ മേയറെ കല്യാണം കഴിച്ചു എന്നുള്ളത് കൊണ്ട് മറ്റൊരു യുവ MLAയുടെ പേര് തന്നെ ബാലുശ്ശേരിയിൽ പോയി കിടക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഈ ആര്യ രാജേന്ദ്രന് കേരളത്തിലെ എവിടെ നിർത്തിയാലും 8 നിലയിൽ പൊട്ടുമെന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചാവേറാകാൻ പോകുന്ന 6 സ്ഥാനാർത്ഥികളാണ്.
ഇവരിത്രയും. എന്തായാലും ഈ ചാവേറുകൾ രണ്ടും കൽപ്പിച്ചങ്ങ് ഇറങ്ങിയിരിക്കുകയാണ്.